അനുജ രാജേഷ് കൂടി ചേരുന്നു. അനുജ, ഈ ഓണത്തിൻ്റെ വൈബ് സെറ്റാവുന്നത് ഈ അത്തച്ചമയ ഘോഷയാത്രയോട് കൂടിയാണ്. അതിൽ ഈ പറയുന്ന ഒരുപാട് നിറങ്ങളുണ്ട്, ഒരുപാട് പൂക്കളുണ്ട്, ഈ പറയുന്ന പരമ്പരാഗത വസ്ത്രങ്ങളുണ്ട്. അങ്ങനെ ഓണത്തിൻ്റെ വൈബ് തുടങ്ങി എന്ന് കേരളത്തെ അറിയിക്കുന്ന ഒരു ഘോഷയാത്ര കൂടിയാണത്. അതിങ്ങനെ നഗരം ചുറ്റി സമാപിക്കും. പ്രൗഢമായ മനോഹരമായ കാഴ്ചയുമാണ് അനുജ. പുതുതലമുറ ഭാഷയിൽ പറഞ്ഞാൽ ഓണം വൈബ്, ഓണം മൂഡ് എന്നൊക്കെ നമുക്ക് പറയാം. അത് അക്ഷരാർത്ഥത്തിൽ എന്താണ് എന്നറിയണമെങ്കിൽ തൃപ്പൂണിത്തുറയിലേക്ക് വന്നാൽ മതി. ഇത് കേരളത്തിന്റെ മുഴുവൻ മൂഡായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ ഓണാഘോഷം തുടങ്ങിയിരിക്കുന്നു. അതിന്റെ വിളംബര ഘോഷയാത്രയാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ രാജവീഥിയിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള കലാരൂപങ്ങൾ, നമ്മൾ ഇതുവരെ കാണാത്ത കലാരൂപങ്ങൾ, ഇതൊക്കെ കേരളത്തിലുള്ളതാണോ എന്ന് നമ്മൾ അതിശയിച്ചു പോകുന്ന തരത്തിലേക്കാണ്. കഴിഞ്ഞ തവണയും നമ്മളിവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കണ്ടതിനേക്കാൾ വ്യത്യസ്തതയാർന്ന കൂടുതൽ വിഭവങ്ങളുമൊക്കെയായാണ് ഇവിടെ ഇത്തവണ കലാകാരന്മാർ എത്തിയിട്ടുള്ളത്. അതിൽ നമ്മൾ ഈ വിദ്യാർത്ഥികളുടെ ഡിസ്പ്ലേ, അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മളൊക്കെ ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സേ നോട്ട് ടു ഡ്രഗ്സ് എന്ന് എഴുതിയ പ്ലക്കാർഡുകളും അത് ഡ്രഗ്സ് കിൽ എന്നൊക്കെ എഴുതിക്കൊണ്ട് എന്താണ് ലഹരി, എത്ര വലിയ വിപത്താണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥികൾ അണിനിരുന്ന ഡിസ്പ്ലേ, അതിൽ പലതരത്തിൽ പരിസ്ഥിതി മലിനീകരണത്തിന്റെ കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് പറയുന്ന പ്ലക്കാർഡുകൾ എന്തിയുള്ള വിദ്യാർത്ഥികളെയും ഒക്കെ നമ്മൾ കണ്ടു. പിന്നീട് പലതരത്തിൽ കലാരൂപങ്ങളാണ് കാണുന്നത്. അതിൽ തമ്പോലമേളവും ബാൻഡമേളവും കാവടിയാട്ടം, തെയ്യം, തിറ, പടയണി, മാരിത്തെയ്യം, അതുപോലെ അലാമിക്കളി, കൂടാതെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ, ഇതുവരെ കാണാത്ത ഈ ഗൊറില്ല സംഘത്തെയൊക്കെ വരെ നമ്മൾ ഇവിടെ കണ്ടു. കൂടാതെ മായാവിയെ പോലെ, ഡാഗിനിയെ പോലെയൊക്കെയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളെ നമ്മൾ കാണുന്നു. കൂടാതെ വലിയ ഉയരത്തിലുള്ള ബൊമ്മകൾ, അതിൽ തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു. കെട്ടുകാള, ഗരുഡൻ, പറവ, അതുപോലെ തന്നെ ഡോൾ ഡാൻസ്, ദേവനൃത്തം, അർജുന നൃത്തം, അങ്ങനെയുള്ള പലതരത്തിലുള്ള കലാരൂപങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ എല്ലാം ഈ ഘോഷയാത്ര. പുലിക്കളി ഉണ്ടെന്നില്ല ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെയല്ല, നല്ല ലക്ഷണമൊത്ത ഗംഭീരമായ ഗടാഗടിയന്മാരായ പുലികൾ, നല്ല ക്രൗര്യവും നല്ല ഗംഭീരമായ പുലികൾ അതിൻ്റെ പിന്നാലെ അടിവെച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ പുലികളൊക്കെ ഇറങ്ങാൻ പോവാണ്. നമ്മുടെ ഓണം നാളെ, അത് കഴിയുമ്പോൾ തൃശ്ശൂർ പുലികളിലൊക്കെ കാര്യങ്ങൾ പോവാണ്. അങ്ങനെ മൊത്തത്തിൽ ആഘോഷത്തിൻ്റെയും നിറങ്ങളുടെയും ഈ പറയുന്ന വർണ്ണങ്ങളുടെ ഒക്കെ ഉത്സവത്തിലേക്ക് നമ്മൾ പോവാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ദിവസങ്ങളാണ്. കഴിഞ്ഞ തവണ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് ചെറിയൊരു മഴ പെയ്തായിരുന്നു. ഇപ്പോൾ മഴയുടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നല്ല വെയിലാണ്, നല്ല ചൂടാണെന്നാണ് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.